നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ ISL പ്രോപ്പറായിട്ട് നടക്കോ ഇല്ല എന്നുള്ളത് പോലും ഇപ്പോഴും കൺഫ്യൂഷൻ ആയി നിൽക്കുകയാണ്. ഇപ്പം പോലും ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം നമ്മൾ AFFന് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ജനറൽ ബോഡി? അതാണ് എൻ്റെ ചോദ്യം. ഇനി നമ്മുടെ ISLന് വേണ്ടിയിട്ട് അവർ മുമ്പോട്ട് വെക്കുന്ന പ്രപ്പോസൽ നമ്മൾ നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒരു 2 ഗ്രൂപ്പുകളാക്കി ISL ടീമിനെ തിരിച്ചിട്ട് ആ ഗ്രൂപ്പുകളിലുള്ള ടീം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാം. എന്നിട്ട് കൂടുതൽ പോയിന്റ് കിട്ടുന്ന ഫസ്റ്റ് വരുന്ന 4 ടീമുകൾ മുമ്പോട്ടേക്ക് പോയി സെമിയിലേക്ക് എത്തിയിട്ട് അവിടുന്ന് ഓരോ മത്സരങ്ങൾ കളിച്ചിട്ട് ഫൈനലിൽ അങ്ങനെ തീർക്കുക എന്നുള്ള രീതിയിലാണ് അവർ മുമ്പോട്ട് നോക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നടക്കുന്നത് പോലെ തന്നെ, പക്ഷേ ചെറിയ ചേഞ്ച് ഉണ്ട്. ഏകദേശം ഒരു 6-7 ബാക്കിയുള്ള പോലാണ് ഹോം മത്സരങ്ങൾ 6-7 ആയിക്ക് കിട്ടുക. അത് കൃത്യമായിട്ട് കൺഫേം ആയിട്ടില്ല. 6-7 ചില ടീമിന് 7 കിട്ടും, ചില ടീമിന് 6 കിട്ടും. അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുക. എന്നിട്ട് അതിൽ കൂടുതൽ പോയിന്റ് കിട്ടുന്ന ടീം അടുത്ത റൗണ്ടിലേക്ക് കിടക്കും അങ്ങനെ നമ്മൾ നോർമൽ നടക്കുന്ന രീതിയിൽ തന്നെ നടത്താം എന്നുള്ള കാര്യം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഇപ്പോൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ന്യൂസാണ് സിറ്റി ഗ്രൂപ്പ് ഇന്ത്യ വിട്ടു പോകുന്നു എന്നുള്ള കാര്യമാണ്. അതായത് മുംബൈ സിറ്റിൻ്റെ ഓണറായിട്ടുള്ള സിറ്റി ഗ്രൂപ്പ് ഇന്ത്യ വിടുന്നു. അതായത് നമുക്കറിയാം മുംബൈ സിറ്റി ഗ്രൂപ്പ് ഒരുപാട് രാജ്യങ്ങൾ അവർക്ക് ടീമുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി, പിന്നെ അതുപോലെ തന്നെ ചൈനയിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. ഇവിടെയൊക്കെ അവർക്ക് ടീമുകളുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് സിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്രൂപ്പ് ഇന്ത്യയിൽ നിന്ന് പോകുന്നു എന്നുള്ളത് മറ്റൊന്നുമല്ല. ഇവിടെ കൺസിസ്റ്റൻസി ഇല്ല. എന്ന് ഫുട്ബോൾ നടക്കുക, ISL നടക്കുക എന്ന് അറിയുന്നില്ല. ഇനി ഇന്ത്യയിലൊരു ഭാവി, ഫുട്ബോളിന് ഒരു ഭാവി ഉണ്ട് എന്നുള്ള രീതി പോലും ഇവർ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫുട്ബോളിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരം നമ്മുടെ AFFന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഏറ്റവും മോശമായ അവസ്ഥയിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ്.